ഇപ്പോൾ കാർഗോ ഭാഗത്തൂടെ തൃപ്തി ദേശായിയെ ഇറക്കിക്കൊണ്ട് പോയോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിൽ ഇതിനകത്ത് ടെർമിനൽ 1, ടെർമിനൽ 2, കാർഗോ തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളുണ്ട്. അകത്തേക്ക് റൺവേയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ ഏത് ഭാഗത്തൂടെ വേണമെങ്കിലും പുറത്തേക്ക് ഇറക്കാം. നമ്മൾ നേരത്തെ സംശയിച്ചതുപോലെ പോലീസ് പുറത്തേക്ക് ഇറക്കാനുള്ള അന്തിമ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രവർത്തകരൊക്കെ തന്നെ തമ്പടിച്ചിരുന്ന കേന്ദ്രങ്ങളിലൂടെ പുറത്തേക്ക് ഇറക്കുക അസാധ്യമാണ് എന്ന് പോലീസ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കാർഗോ ഭാഗത്തൂടെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകരടക്കം വലിയൊരു ആൾക്കൂട്ടം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏത് വഴിയിലൂടെ പുറത്തേക്ക് ഇറക്കിയാലും ശക്തമായി തടയാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രവർത്തകർ. ഏതായാലും ഇപ്പോൾ പ്രവർത്തകരടക്കം വലിയ തോതിൽ ആൾക്കൂട്ടം ഇവിടേക്ക് വന്നിട്ടുണ്ട്. കാർഗോ ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്താണ് അറിയില്ല. അതിൽ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അറിവ് കിട്ടിയതുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ളത്. ഒരു വഴിയിലൂടെയും കടത്തിവിടില്ല. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ ഒരു കാരണവശാലും ഇവരെ ശബരിമലയിലേക്ക് ഞങ്ങൾ കയറാൻ അനുവദിക്കില്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ ഞങ്ങൾ യാതൊരു മാറ്റം, മരിക്കണമെങ്കിൽ മരിക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല. 100% ഉറപ്പാണ്. തിരിച്ചു പോകണം. ഇവര് നാട്ടിലോട്ട് തിരിച്ചു പോകണം. ഇവിടുന്ന് ഒരു കാരണവശാലും ഞങ്ങൾ വിടൂല. ഉറപ്പാണത്. തിരിച്ചു പോകണം. ഇത് തന്നെ എല്ലാവരുടെ അഭിപ്രായം. 100% എല്ലാവരോട് യോജിക്കുന്നു. ഒരേ അഭിപ്രായം. ഇതാണ് മാറ്റം, വേറെ ഒരു മാറ്റമില്ല. ഒരേ അഭിപ്രായം തന്നെയാണ്. ഇവരെ തിരിച്ചു ഒരു കാരണവശാലും ഇതിലെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ പോലീസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ അവരെ ഇറക്കിക്കൊണ്ട് പോകുമെന്നുള്ള ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. അവരെ റൺവേ ഭാഗത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കാർഗോ വഴി ഇറക്കാം, അല്ലെങ്കിൽ ടെർമിനൽ 1 വഴി ഇറക്കാം. അവർക്ക് പല വഴികളുണ്ട്. നമ്മൾ കാണുന്ന പോലെയല്ല, പെട്ടെന്നുള്ള ഒരു കേന്ദ്രം വഴി ആയിരിക്കത്തില്ല അവരെ ഇറക്കുക. എന്തായിരിക്കും അങ്ങനെ വന്നാൽ നിങ്ങളുടെ നിലപാട്? അങ്ങനെ വന്നാൽ ഞങ്ങൾ അവിടെ കിടക്കും. ഞങ്ങളുടെ നെഞ്ഞത്തി തൊട്ടിട്ടേ കൊണ്ടുപോകുള്ളൂ അവരെ. ഞങ്ങൾ എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്യും. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. ഇതിൽ മാറ്റമില്ല. എല്ലാ വഴികളും നിലവിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഭക്തര് കിലോമീറ്റർ അല്ലല്ലോ, ശബരിമലയ്ക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളല്ലോ. ഇനിയും ദൂരം ഉണ്ടല്ലോ. ഞങ്ങളുടെ ഭക്തന്മാരെല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ ശരണം വിളിച്ച് ഇതിനെ പ്രതിരോധിക്കും. അത്താണിയിലുണ്ട്, അങ്കമാലി, അങ്ങനെ ശബരിമലയ്ക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റിയ എല്ലാ ഭാഗത്തേക്കും ഭക്തന്മാരുണ്ട്. അപ്പൊ അവര് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ശബരിമലയിൽ കയറ്റൂല. ഇവിടെ മാത്രമല്ല പ്രതിരോധം, എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് പ്രതിരോധം. ഭക്തന്മാരെ സംരക്ഷിക്കുക. ഏതായാലും ഇതുതന്നെയാണ് മുഴുവൻ പ്രതിഷേധക്കാരുടെയും നിലപാട്. ഏത് വഴി ഇറക്കിയാലും ഭക്തജനങ്ങളുടെയും പ്രതിഷേധക്കാരുടെയും നിലപാട്, ഏത് വഴി ഇറക്കിയാലും അവർ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാർഗോ ഭാഗത്തേക്ക് ഇറക്കുന്നതായി ചില സംശയങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ തന്നെ വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉള്ള ആഗമന കേന്ദ്രത്തിലുണ്ട്. അതേപോലെ ടെർമിനൽ 1 ആ പ്രദേശത്തൊക്കെ തന്നെ ഭക്തജനങ്ങൾ പല കേന്ദ്രങ്ങളിലായി മാറി നിൽപ്പുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നെടുമ്പാശ്ശേരി വിട്ടുപോകാൻ തൃപ്തി ദേശായി അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടുമായിട്ടാണ് ഭക്തജനങ്ങൾ. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകുന്നത്. വിമാനത്താവളത്തിന്റെ കാർഗോ വഴിയും മറ്റും തൃപ്തി ദേശായിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന സംശയത്തെ തുടർന്ന് എല്ലാ ഭാഗങ്ങളും ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വിമാനത്താവളത്തിന് പുറത്ത് തൃപ്തി ദേശായി എത്തിയാൽ പോലും മറ്റ് പലയിടങ്ങളിലും തടയും. ശബരിമലയിൽ കയറാൻ അനുവദിക്കില്ല എന്ന കാര്യം കൂടി പ്രതിഷേധക്കാർ പറയുന്നു. എന്തായാലും 4.5 മണിക്കൂറാകുന്നു തൃപ്തി ദേശായിയും സംഘവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ട്. അവർ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങാൻ കഴിയാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമാനത്താവളത്തിന് പുറത്ത് ഉണ്ട്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്.